ഗീതേ, ഗീതേ. അല്ല, ആരേത്? എന്താ മോളെ, എന്തു പറ്റി നിനക്ക്? വിജയം വന്നില്ലേ? ഇവിടം വരെ എങ്ങനെ വന്നു എനിക്കും ദൈവത്തിന് മാത്രമേ അറിയൂ. വിജയിട്ട് നോക്കിയപ്പോ എന്റെ തല താണുപോയി. ആളുകൾ ചിരിക്കുക. ഇനി എങ്ങനെ വിജയന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകും? ഞാൻ പോണില്ല. അല്ലെങ്കിൽ തന്നെ സ്വർണം പോരെന്നും പറഞ്ഞ് നാത്തുമാരെന്നും കുത്തുവാക്ക് പറച്ചില്ല. അയ്യേ, കരയാതിരിക്കേ. അയൽവക്കത്തൊക്കെ ആൾക്കാരുണ്ട്. ഓ, ഇതിൽ പരം ഇനി എന്ത് നാണക്കേട ഉണ്ടാവാനുള്ളത്? ചെണ്ടമുട്ടി പരസ്യമൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ നേരിട്ട് കണ്ടു. ഗോപാലകൃഷ്ണ പണിക്കരുടെ സ്ഥലം എന്ന് കേട്ടപ്പോ എന്റെ നെഞ്ചുരുകിപ്പോയി. എല്ലാം നമ്മുടെ വിധിയാണെന്ന് വിചാരിച്ചാ മതി മോളെ. ആ, ടൈപ്പ് കഴിഞ്ഞോ? ആ, വിജയേട്ടനെ എപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ. ഗീത ചേച്ചിയില്ലേ? അപ്പുറത്തുണ്ട്. രാവിലെ കാക്ക വിരുന്ന് വിളിച്ചപ്പോ തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു ഗീതേച്ച് വരുമെന്ന്. അല്ലമ്മേ? നീ ആ പുസ്തകം അകത്ത് വെച്ചിട്ട് കുറച്ച് പാല് വാങ്ങിച്ചോണ്ട് വാ. വിജയന് ചായ കൊടുക്കണം. ഞാൻ ഗീതേച്ചോട് 2 വർത്താനം പറയട്ടമ്മേ. നിങ്ങളെ പറഞ്ഞത് പാല് വാങ്ങിച്ചോണ്ട് വരാൻ. ചേച്ചിയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? സന്തോഷിച്ച് ഉല്ലസിക്കാൻ ഇപ്പൊ ഇവിടെ എന്താ ഉള്ളത്? എല്ലാം കുളം തോണ്ടില്ലേ? ചെലടി, മനുഷ്യനെ കുറിച്ച് മനസ്സമാധാനം എന്താ? കല്യാണം കഴിഞ്ഞിട്ട് നാളെത്രേ? ഇതുവരെ എനിക്കൊരു അലമാരി കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടോ? നാണക്കേടുകൊണ്ട് നാത്തുമാരുടെ മുഖത്ത് നോക്കാൻ വയ്യാണ്ടായി. അലമാര ഉണ്ടാക്കാൻ കുഞ്ഞുമ്പു ആശാരിയോട് പറഞ്ഞിട്ടുണ്ട് ഗോപാലകൃഷ്ണൻ. പറക്കിൽ തുടങ്ങിയിട്ട് കുറെ നാളായി. ഇനിയിപ്പോ എനിക്കൊന്നും വേണ്ടമേ. പറമ്പ് ലേലം ചെയ്യുന്ന വീട്ടിലെ പെണ്ണില്ലേ ഞാൻ. നാത്തുമാരുടെ മുമ്പിൽ എനിക്ക് അത്രേ വിലയുണ്ടാവൂ. നമ്മൾ കക്കയും പിടിച്ചു പറിക്കുകയും ഒന്നും ചെയ്യില്ലല്ലോ. നിന്റെയും നിന്റെ ചേച്ചിയുടെയും കല്യാണം നടത്താൻ വേണ്ടിയല്ലേ നമ്മൾ കടം വാങ്ങിയത്? ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുള്ള വിശ്വാസത്തിലല്ലേ അച്ഛൻ ഏട്ടന്റെ പേരിൽ സ്വത്തല എഴുതി വെച്ചത്. അതിന് പിരിവെടുക്കാന്നല്ലാതെ പുതിയതായിട്ട് ഏട്ടൻ വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇപ്പൊ പറമ്പ് ലേലം, വീടിന്റെ പേരിലും കടം വാങ്ങിച്ചിട്ടില്ലേ? അടുത്ത ലേലം വീടായിരിക്കും. അങ്ങനെയൊന്നും പറയരുത് മോളെ. എങ്ങനെയാന്ന് പറയാതിരിക്കുക? ഈ വീടും കേസിലല്ലേ? കേസും കൂട്ടല്ലാത്ത നേരമുണ്ട് ഏട്ടന്. ഗോപാലകൃഷ്ണ പണിക്കർ ഒരു കോടതി ഭ്രാന്തനാണെന്നും പറഞ്ഞ് എപ്പോഴും കളിയാക്കാറുണ്ട് നാത്തുമാര്. ഒടുക്കത്തെ ഒരു നാത്തുമാര്. അവറ്റകൾക്കുള്ള ഒരു ജോലി ഒന്നുമില്ലേ ഈ കുശുമ്പുറച്ചിലല്ലാതെ? അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ. തൊട്ടേനും പിടിച്ചതിനും കൊടയും വടിയെടുത്ത് ഇറങ്ങിക്കോളും കേസ് കേട്ട് നക്ഷത്തി വെച്ച്. അമ്മ പറ, ആ ടൗണിലുള്ള വീട് എന്റെ പേർക്ക് എഴുതി തരാൻ. അല്ലെങ്കിൽ അത് ഏട്ടൻ കളയും. ഒരു ഭർത്താവിനെ കിട്ടിയെന്ന് പറഞ്ഞ് ഏട്ടനെ നീ അത്ര കൊച്ചാക്കൊന്നും വേണ്ട. പ്രയാസം. ഗോപാലകൃഷ്ണ, എന്തൊക്കെയാണ്ടോ ഈ കേൾക്കുന്നത്? എന്തേ? അപ്പൊ ചെണ്ടകൊട്ടിലും പരസ്യപ്പെടുത്തലൊന്നും അറിഞ്ഞില്ലേ? കുട്ടിയോ? കുട്ടി നാട്ടിലാകെ നടന്നു കുട്ടി. കൊട്ടട്ടെ, അതിനെന്താ? കേസും കുണ്ടാണ്ടിയൊക്കെ ധാരാളം ഉണ്ടാറുണ്ട്. പക്ഷെ ഈ മാതിരി കൊട്ടലും പാടലും ഒക്കെ ആദ്യമായിട്ടാ കാണുന്നത്. ആ, വിവരമുള്ള ഒരു കേസ് നടത്തിയ നാട്ടുകാർക്ക് അങ്ങനെ പുതിയ കലാപരിപാടികൾ കാണാനൊക്കും. എന്റെ അനന്തേട്ടാ, ഇത് സിവിൽ പ്രൊസീജിയർ അനുസരിച്ചുള്ള കേസാണ്. ചെണ്ട കൊട്ടിയോണ്ട് മാത്രം ലേലം നടക്കണമെന്നില്ല. ഇനിയാണ് നമ്മുടെ ഇഞ്ചക്ഷന്റെ വരവ്. ഇഞ്ചക്ഷനാ? ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ കുത്തിവെപ്പല്ല. ഒരു കണക്കിന് കുത്തിവെപ്പ് തന്നെ. ടെമ്പററി ഇഞ്ചക്ഷൻ. വയലേഷൻ ഓഫ് ഇഞ്ചക്ഷൻ എന്താ ശിക്ഷ എന്നറിയാം? ആ, അറസ്റ്റും ലോക്കപ്പും. വിധിയുടെ മസ്തൻ ഇരുമ്പഴി എണ്ണും. നീ പറയണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. മനസ്സിലാവില്ലല്ലോ. എന്റെ വക്കീലിന് മനസ്സിലായില്ല. തത്തെ പഠിപ്പിക്കും പോലെ പറഞ്ഞു കൊടുത്താലും എന്റെ വക്കീലും മൈശേറ്റിന് മുമ്പിലെത്തുമ്പോ കവാത്ത് മറക്കും. പിന്നെ ആകെയുള്ളൊരു ഗുണം, കാശ് അത്യാർത്ഥിയില്ല. അല്ല, ഒരു കണക്കിന് എന്നോട് ചോദിക്കാനും പറ്റില്ലെന്ന് എഴുതിക്കോളൂ. ഞാനുമായിട്ടുള്ള സമ്പർക്കം മൂലം ഇഷ്ടൻ സിവിലിലെ ചില ഹിക്മത്തുകളൊക്കെ വശത്താക്കി. അപ്പൊ ലേലം നടക്കില്ലേ ഗോപാലകൃഷ്ണ? ഒരു യുദ്ധമാകുമ്പോ അപ്പുറത്തും ഇപ്പുറത്തും ആൾനാശം ഉണ്ടാകുന്ന സാധാരണയാ. പിന്നെ ഇതൊരു ഭംഗിയുള്ള യുദ്ധം. അത്രേ ഞാനിപ്പോ പറയുന്നുള്ളൂ. കാണാം. അങ്ങോട്ട് പോകുന്ന ഞാൻ കണ്ടു. വീട്ടിൽ വിരുന്നുകാരുണ്ട്. നിക്കൂ. ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഉഷേനെ തഴയാൻ നോക്കണ്ട. ഞാൻ പോട്ടെ. അല്ല, ടൈപ്പിങ്ങിന്റെ സമയം മാറ്റിയത് എന്നോടെന്താ പറയാറുണ്ട്? കാലത്ത് 1 മണിക്കൂർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പോലും വെയിറ്റ് ചെയ്തു. ഈശ്വരാ, ഏട്ടൻ. അവളുമായിട്ട് നിനക്ക് എന്താ ഇടപാട്? ഒന്നുമില്ല, ഈ ടൈപ്പ് റൈറ്റിന്റെ കുറച്ച് നാളായിട്ട് നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നു. മാനം മര്യാദയ്ക്ക് നടക്കുന്ന പിള്ളേരെ നീ ചീത്തയാക്കും. നോക്കി പേടിപ്പിക്കുന്ന.
തന്റെ പെണ്ണായിട്ട് ഞാൻ പ്രേമത്തെ തമ്മ കേസുണ്ടോ? കേസ് എടാ, നിന്നെ വിജയൻ എപ്പോ വന്നു? കുറച്ചേരായി. ഇരിക്കേ. എന്താ വടിയൊക്കെ ആയിട്ട്? വടി അളിയും കോടതിന്റെ ആയിരിക്കും. അല്ല, ഞാനൊരു അടിയാധാരത്തിന്റെ പകർപ്പെടുക്കാൻ രജിസ്റ്റർ ഓഫീസിൽ പോയിരുന്നു. ഞാനത് അകത്ത് വെച്ചിട്ട് വരാം. ഉഷേ, ഇവിടെ വാടി. ഇവിടെ വരാൻ. ഇവിടെ വാടി. നിന്നെ ഇന്ന് ഞാൻ എന്താ ഗോപാലകൃഷ്ണ? അല്ലെ തന്നെ മനുഷ്യനൊരു നിൽക്കക്കളില്ലാതെ നിൽക്കുക. നിന്റെ തുണി കഴിഞ്ഞിരിക്കും. വിജയനൊക്കെ കണ്ടോ? നീ എന്തിനാടി അലവലാതി ചെറുക്കനോട് സംസാരിച്ചോണ്ടെന്ന്? ഞാൻ പാല് വാങ്ങിച്ചിട്ട് വരുമ്പോ ഞാനല്ല സംസാരിച്ചത്. ഞാൻ കണ്ടല്ലോ. നേരാണോടി? നിന്റെ തൊഴിൽ ഞാൻ വിളിച്ചോളും, ടൈപ്പിൽ ഞാൻ നോക്കും. ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല. 2 കല്യാണം നടത്തിയ ഈ വീട് ഈ സ്ഥിതിയിലായത്. നീ ആരെ വേണമില്ല അങ്ങ് പ്രേമിച്ചോ, എനിക്കൊരു പരാതിയില്ല. പക്ഷെ കാമുവിന്റെ കൂടെ അങ്ങ് ഒളിച്ചോടി പോകണം. സദ്യ നടത്തി സ്വർണ്ണാഭരണങ്ങളും പണിയിച്ചു കൊടുത്ത് ഇനി ഒരു കല്യാണം ഇപ്പോഴെങ്കിൽ ഈ വീട്ടിൽ നടത്താൻ പറ്റത്തില്ല. മനസ്സിലായോ? ഷോ, ഒന്ന് പതുക്കെ എന്നെ ഗോപാലകൃഷ്ണ. വിജയം കേക്കണ്ട. എടി ഓടിയപ്പുറത്ത്. ഒരുത്തി വന്നപ്പോ തൊട്ട് മുഖം വീർപ്പിച്ചോണ്ടിരിക്കുക. സ്വത്ത് ലേലം ചെയ്യുന്നതിലല്ല അവൾക്ക് സങ്കടം. ഭർത്താവിന്റെ വീട്ടില് അലമാര എത്തിക്കാത്തതില്ല. എവിടെ ഉള്ളത്? അപ്പുറത്തുണ്ട്. ഇത് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഒരു അലമാരയ്ക്കുള്ള സ്ഥാനം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. നീ ഒട്ടും ബേജാറാകണ്ട. എന്ത് ബുദ്ധിമുട്ട് വന്നാലും അടുത്ത ആഴ്ച അലമാര ഞാൻ വീട്ടിലെത്തിച്ചേക്കാം. ഇരുമ്പലൊക്കെ വിഴുങ്ങുമ്പോൾ ചുക്ക് കഷായം കുടിച്ചിട്ട് കാര്യമില്ലെന്ന് അച്ഛൻ എപ്പോഴും പറയാറുണ്ട്. അച്ഛനങ്ങനെ പലതും പറഞ്ഞു കാണും. നീ ഇപ്പൊ ഇത് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? പറമ്പ് ലേലത്തില്, വീട് കേസില്. സ്വയമാണ് അലമാര കൊണ്ട് തിരിച്ചു കിട്ടില്ലല്ലോ. ഇനി ടൗണിലെ വീട്ടിലേ ബാക്കിയുള്ളൂ. നിന്റെ ചേച്ചിക്ക് സ്ത്രീധനം കൊടുക്കാനാ പറമ്പിന്റെ പുറത്ത് കടം വാങ്ങിച്ചത്. ഈ വീട് പണയത്തിലാക്കിയത് നീയും. കാര്യമൊക്കെ ശരിയാ. കടം വാങ്ങിയപ്പോ എങ്ങനെ തിരിച്ചു കൊടുക്കുന്ന ഏട്ടൻ ഓർത്തില്ലേ? ഓർത്തു, ഒക്കെ ഓർത്തു. തേങ്ങാ കച്ചവടം തുടങ്ങിയതും പലചരക്ക് കട തുറന്നതൊക്കെ കടം വീട്ടാന്ന് കരുതി തന്നെയാ. പക്ഷെ പൊളിഞ്ഞുപോയി. ബിസിനസ്സിൽ അത് സാധാരണയാ. നീ ആ തെങ്ങ് കണ്ടോ? എനിക്ക് 8 വയസ്സുള്ളപ്പം അച്ഛൻ ബ്ലോക്ക് ഓഫീസിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നതാ. ഇപ്പൊ 24 കൊല്ലമായി. അപ്പൊ എനിക്ക് എത്ര വയസ്സായെന്ന് മനസ്സിലായോ? നിങ്ങളുടെയൊക്കെ കല്യാണവും കഴിഞ്ഞു, കുടുംബമായി. എനിക്കിതുവരെ ഒരു കല്യാണം കഴിക്കാൻ പറ്റിയോ? ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാ? ആർക്ക് വേണ്ടിയിട്ടാ ചോദിച്ചത്? അതൊന്നും എനിക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ആ, എങ്കിൽ അവിടെ മിണ്ടായിരുന്നോ? അപ്പൊ വീടും പറമ്പൊക്കെ വീടും പറമ്പൊക്കെ അങ്ങ് ജപ്തി ചെയ്തുകൊണ്ട് പോകും. ഷോ, വിജയം പോവാൻ തിരക്കൂട്ടുന്നു. നീ വാ.